സംഘപരിവാറിന് കീഴ്പ്പെട്ടോ SNDPയുടെ മനസ്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കീഴ്പ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഉത്തരം. സംഘപരിവാറിന് എന്ന് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ ഒരു കാർഡുണ്ട്. ആ കാർഡാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന കാർഡ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാറും SNDPയും വെള്ളാപ്പള്ളി നടേശനും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചൊരു കൂട്ടരുണ്ട്, ഹിന്ദു മഹാമണ്ഡൽ. ഓർമ്മിക്കുന്നുണ്ടാവും, ആർ ശങ്കറിൻ്റെ കാലത്ത് മന്നത്ത് പത്മനാഭനും കൂടി ചേർന്ന് ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിക്കുമ്പോൾ അന്ന് ഇതേ ഹിന്ദു കാർഡാണ് ഉപയോഗിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡൽ ഉടലെടുക്കുന്നത്. ആ ഹിന്ദു മഹാമണ്ഡൽ ഉപയോഗിച്ച ഹിന്ദു കാർഡാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ കാർഡ് എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ആ ഹിന്ദുത്വ കാർഡ് യഥാർത്ഥത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒന്നാണ്. അത് വ്യാജമാണ് എന്നതാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടാണ് വ്യാജമെന്ന് പറയുന്നത്? നേരത്തെ സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ചതുപോലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ പ്രാതിനിധ്യത്തിലൂടെ ഉള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് 20 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് അവരുടെ ഒരംഗം പോലും ഈ കേന്ദ്ര മന്ത്രിസഭയിലില്ല എന്ന ചോദ്യം ചോദിക്കാത്തത്? ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം മന്ത്രി ഇല്ല നമുക്ക് എന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു ഈഴവ മന്ത്രി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതെന്ന് ചോദ്യം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് മൊത്തം ലോക്സഭയിലെ അംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80 മുസ്ലിം വിഭാഗം വേണ്ടെടുത്ത് കേവലം 24 മുസ്ലിങ്ങളായവർ ചുരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് വെള്ളാപ്പള്ളി നടേശന് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നത്? എന്താണ് രാജ്യസഭയിൽ 37 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 37 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട MP-മാർ വേണമെന്നിരിക്കെ കേവലം 13 പേരായി ചുരുങ്ങിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ വിഷയമായി തീരാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിനകത്ത് 12 മുതൽ 15% വരെ പോപ്പുലേഷൻ മാത്രമുള്ള നായർ കമ്മ്യൂണിറ്റിക്ക് 25%-നും 40%-നും ഇടയ്ക്കുള്ള വിഭവം കിട്ടുന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശന് ശബ്ദമില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ദളിത് വിഭാഗങ്ങളിലും SC-യിലും ST-യിലും പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ കഴിയാതെ പോകാത്തത് എന്ന് ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യത്തിലൂടെയുള്ള സാമൂഹിക നീതി ഉറപ്പിക്കലല്ല. അത് വ്യക്തമായ രീതിയിൽ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഹിന്ദുത്വ കാർഡ് തന്നെയാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിക്കുന്നത്. ഇത് SNDPയിൽ ഒരു വിഭാഗത്തിനെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്.